Hi guys, it's me, the Mallu Banger. സോ ഇന്ന് എൻ്റെ RRB PO മെയിൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു എക്സാം. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർഫേസിൽ വന്നത് റീസണിങ് ആയിരുന്നു. റീസണിങ് എന്ന് പറയുന്നത് ഓവറോൾ ആക്ച്വലി നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ അത് സ്ട്രോങ് ആണ് ഓൾറെഡി എല്ലാവരുടെയും റീസണിങ്. ആ സ്ട്രോങ് ആയിട്ടുള്ള റീസണിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ടായിരുന്നവർക്കെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് സെക്ഷണൽ ടൈമിംഗ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ സെക്ഷണൽ ടൈമിംഗ് വന്നതുകൊണ്ടും നമുക്കൊരു അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇൻ കേസ് സെക്ഷണൽ ടൈമിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ അത്യാവശ്യം ഡ്യൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ബ്ലഡ് റിലേഷൻ ഉണ്ടായിരുന്നു, ദെൻ ഇനീക്വാളിറ്റി, ക്രിട്ടിക്കൽ റീസണിങ്, അൺസർട്ടൈൻ പസിൽസ് ഉണ്ടായിരുന്നു 16 നമ്പർ വരുന്നത്. പിന്നെ ഒരു ബോക്സ് ബേസ്ഡ് പസിൽ ഉണ്ടായിരുന്നു, ലൈക്ക് 8 വന്നിട്ട്, ദെൻ അക്കോൺ ലൈക്ക് എന്താണ് പ്രിസം, PQRST, പിന്നെ കുറച്ച് ഐറ്റംസ് അങ്ങനെയുള്ള ബോക്സ് ബേസ്ഡ് പസിൽ. ദെൻ ഏജ് ആൻഡ് ഇയർ ബേസ്ഡ് പസിൽ ഉണ്ടായിരുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു, മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഫസ്റ്റ് കണ്ടത് പസിലായിരുന്നു. ആദ്യം എന്ത് ചെയ്തു, മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ദെൻ നെക്സ്റ്റ് സ്കിപ്പ് ചെയ്തു. ഓരോ പസിലിൻ്റെയും ഫസ്റ്റ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഓടിച്ച് നോക്കി. ദെൻ ബ്ലഡ് റിലേഷനാണ് ആദ്യം ചെയ്തത്. പക്ഷേ ആദ്യം എന്തോ എൻ്റെ നെർവസ്നെസ് കൊണ്ടാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനത് പിന്നെയും സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് പിന്നെ ഇനീക്വാളിറ്റി വന്നു. ഇനീക്വാളിറ്റി വന്നിട്ട് അവിടെ എനിക്ക് ഐ തിങ്ക് 2 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ടൈം, എനിക്ക് ഇനീക്വാളിറ്റിയിൽ സാധാരണ ടൈം എടുക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത് പിന്നെ ചെയ്തത് അൺസർട്ടൈൻ പസിലായിരുന്നു. അൺസർട്ടൈൻ പസിൽ എന്ന് പറയുന്നത് എളുപ്പമായിരുന്നു. ലൈക്ക് ഇത്ര പേര് നോർത്തിൽ ഫേസ് ചെയ്യുന്നു, ദെൻ PQRS ആണോ, അതെ, PQRS വന്നു. പിന്നെ ബ്ലാക്ക് ഗ്രീൻ ബ്ലൂ അങ്ങനെ തന്നിട്ട് അവരുടെ അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ല ഡ്യൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ ബോക്സ് ബേസ്ഡ് പസിൽ പറഞ്ഞു. ദെൻ ഏജ് ആൻഡ് ഇയർ ബേസ്ഡ് പസിൽ ഉണ്ടായിരുന്നു, ബട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഈ അൺസർട്ടൈൻ പസിലും ബോക്സ് ബേസ്ഡ് പസിലും ഞാൻ ചെയ്തു. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ആദ്യം ഒന്ന് നോക്കി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നോക്കിയപ്പോൾ എനിക്ക് ഒന്നും ക്ലിക്കായില്ല, പിന്നെ അത് സ്കിപ്പ് ചെയ്തു. പിന്നെ ബാക്കി വരുന്ന മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. ക്രിട്ടിക്കൽ റീസണിങ് ഞാൻ ഒന്നും ചെയ്തില്ല, കാരണം ക്രിട്ടിക്കൽ റീസണിങ് എനിക്ക് നെഗറ്റീവ് വരുന്ന ഒരു പാർട്ടാണ്. സോ ഞാൻ ക്രിട്ടിക്കൽ റീസണിങ്ങിൽ കൂടുതൽ ടൈം കൊടുത്തില്ല. ദെൻ ആകെ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈം 30 മിനിറ്റ്സേ ഉള്ളായിരുന്നു. അതിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഓക്കെ, ദെൻ ഓവറോൾ എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 18 ആയിരുന്നു ഔട്ട് ഓഫ് 40. 18 ആയിരുന്നു 40. ബട്ട് റീസണിങ് ആയിരുന്നു കുറച്ചും കൂടി ക്വസ്റ്റ്യൻ വെച്ചിട്ട് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇതിൽ ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ടും ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഞാൻ ചെയ്തില്ല. ബാക്കി ആ പസിൽ ഡീകോഡ് ചെയ്ത് ഇതിലാണ് എനിക്ക് ടൈം കൂടുതലും എൻ്റെ കൺസ്യൂം ആയത്. ഓക്കെ, അത്രയുമായിരുന്നു റീസണിങ്ങിൽ ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വാൺസ് പറയുകയാണെങ്കിൽ, ക്വാൺസിൽ റോങ് നമ്പർ സീരീസ് ഉണ്ടായിരുന്നു, 5 ക്വസ്റ്റ്യൻ്റെ റോങ് നമ്പർ സീരീസ് ഉണ്ടായിരുന്നു. ദെൻ ഡബിൾ പൈ ചാർട്ട്, ഇത്രയും ഐറ്റം സോൾവ് ചെയ്തതും മാനുഫാക്ചർ ചെയ്തതും തന്നിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് അൺസോൾവ് ചെയ്തത് അതിൽ നിന്ന് എളുപ്പം ഡീകോഡ് ചെയ്യാമായിരുന്നു. ദെൻ ഒരു ബാർ ഗ്രാഫ് ഉണ്ടായിരുന്നു, ബാർ ഗ്രാഫ് XY എന്നും പറഞ്ഞ പ്രൊഡക്റ്റ് തന്നിട്ട് ദെൻ അവരുടെ ഇയറും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ എന്തായിരുന്നു മാറ്റർ എന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ദെൻ അവരുടെ XYയുടെ പ്രൊഡക്റ്റ് അങ്ങനത്തെ ഒരു സംഭവം തന്നിട്ടുള്ളതായിരുന്നു. അതും ഡ്യൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിലും DIയിലും 1-2 ക്വസ്റ്റ്യൻസ് ഏത് DI ആണെങ്കിലും നമുക്ക് ഡ്യൂവബിൾ അല്ലാതെ കുറച്ചൊരു ട്രിക്കി ടൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തില്ല. ദെൻ കേസ്ലെറ്റ് ഉണ്ടായിരുന്നു, കേസ്ലെറ്റും ഡ്യൂവബിൾ ആയിരുന്നു. ലൈക്ക് ഫ്ലാറ്റ് ഓക്കെ, സോ സെല്ല് ചെയ്ത ഫ്ലാറ്റും അൺസോൾഡ് അങ്ങനെ ഒരു കേസ്ലെറ്റ് ആയിരുന്നു. അതും ഡ്യൂവബിൾ ആയിട്ടുള്ള കേസ്ലെറ്റ് ആയിരുന്നു. അതിലും പക്ഷേ ഞാൻ ഒരെണ്ണം സ്കിപ്പ് ചെയ്തു. ഓക്കെ, ദെൻ അരിത്മെറ്റിക് ഉണ്ടായിരുന്നു. അരിത്മെറ്റിക് ഒന്നും എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് DIസിലായിരുന്നു. കാരണം RRBക്ക് DIക്ക് കുറച്ചും കൂടി വെയിറ്റേജ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് DI ആയിരുന്നു കൂടുതലും ചെയ്തത്. സോ ക്വാൺസിൽ ഓവറോൾ 13 ആണ് അറ്റംപ്റ്റ് ചെയ്തത്. ദെൻ കമ്മിങ് ടു ഇംഗ്ലീഷിൽ ആക്ച്വലി ഞാൻ ചെയ്തിട്ടുള്ള ഗൈഡ്ലി അതിൻ്റെയൊക്കെ മോക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇംഗ്ലീഷ് നല്ല എളുപ്പമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നി. 2 RC വന്നിട്ടുണ്ടായിരുന്നു, ഫാഷൻ ബേസ്ഡ്, മീൻസ് സ്ലീവ്സിൻ്റെ ബേസിൽ പഫ് സ്ലീവ്, ദെൻ അബായ അങ്ങനെയുള്ള സ്ലീവ്സിൻ്റെ ബേസിലുള്ള ഈസി ടൈപ്പ് ഓഫ് ഒരു പാസേജ് ആയിരുന്നു. ദെൻ എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച് ഉള്ള ഒരു പാസേജ് ഉണ്ടായിരുന്നു. ദെൻ ക്ലോസ് ടെസ്റ്റ്, എറർ ഡിറ്റക്ഷൻ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു പാസേജ് തന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു, ഫില്ലേഴ്സ് ഉണ്ടായിരുന്നു, വേർഡ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ആക്ച്വലി ഡ്യൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു.
ഞാൻ ദെൻ ഒരു സെൻറ്റൻസ് തന്നിട്ട് എത്ര എറർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഞാനത് 4 ചെയ്തില്ല, കാരണം എറർ ഡിറ്റക്ഷൻ എനിക്ക് എപ്പോഴും എൻ്റെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്നതാണ്. സോ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തില്ല. ആക്ച്വലി ഞാൻ ഇംഗ്ലീഷിൽ 35 ആണ് ചെയ്തത്. ദെൻ കമ്മിങ് ടു കമ്പ്യൂട്ടർ ആക്ച്വലി എനിക്ക് ഏറ്റവും റിഗ്രറ്റ് തോന്നുന്നൊരു സമയമാണ്. കാരണം ഞാൻ പഠിച്ചത് അഡാടെ PDF മാത്രമായിരുന്നു. അതൊരു ക്യാപ്സ്യൂൾ ടൈപ്പ് PDF ആയിരുന്നു. പക്ഷേ അതിൽ നിന്നല്ലായിരുന്നു, അതിൽ നിന്ന് ഒരു മീൻസ് നമുക്ക് എന്താണ് പറയുന്നത്, ഒരു നട്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളായിരുന്നു. അതിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ബട്ട് അതൊന്നും ഞാൻ പ്രയോറിറ്റി കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കമ്പ്യൂട്ടറിന് വളരെ സ്കോർ 17 ആകെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ജി എ ആയിരുന്നു ഏറ്റവും അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. GA സ്കോറിംഗ് ആണ് എന്നുണ്ട്, ബട്ട് നമ്മൾ ആക്ച്വലി എല്ലാ മെൻറ്റേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട് ജൂൺ തൊട്ട് ഓഗസ്റ്റ് ദെൻ സെപ്റ്റംബർ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മന്ത്സ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഓക്കെ, അതിൻ്റെ ബേസിസിൽ ഞാനും ജൂൺ ജൂലൈ സെപ്റ്റംബർ ഓഗസ്റ്റ് ഇതിനൊക്കെയായിരുന്നു കൂടുതലും കൊടുത്തിരുന്നത് പ്രാധാന്യം. ദെൻ GDP ഫോർകാസ്റ്റ് അതൊന്നും ചോദിച്ചിരുന്നില്ല. ദെൻ എന്താണ് നമ്മുടെ പാരീസ് ഒളിമ്പിക്സ്, ദെൻ ബഡ്ജറ്റ് അത് റിലേറ്റഡ് ഒക്കെ പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊന്നും വന്നിരുന്നില്ല. കൂടുതലും ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ പോർഷൻസിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. അത് ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് GA പ്രെഡിക്റ്റബിൾ അല്ല, ബട്ട് എന്നാലും അത് ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ ആകെ 9 അറ്റംപ്റ്റ് ചെയ്തുള്ളൂ, കാരണം നെഗറ്റീവ്സ് വരുത്താതിരിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സോ ഓവറോൾ എക്സാം ലെവൽ എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് അങ്ങനെയാണ് വരുന്നത്. ആക്ച്വലി എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് പറയാൻ പറ്റുന്നില്ല, ബിക്കോസ് എക്സ്പെക്റ്റ് ചെയ്തതിനെ ഒന്നും ചെയ്യാനും പറ്റിയില്ല. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒക്കെ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു, ബട്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സോ ഇതാണ് എൻ്റെ അനാലിസിസ്. സോ നിങ്ങൾ എവിടെയൊക്കെയായിരുന്നു എക്സാംസ് ഉണ്ടായിരുന്നതെന്നും നിങ്ങളുടെയൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.